ഹായ്, കിച്ചൺ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ബനാന ഷേക്ക് ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാൻ 2 ബനാന ചെറിയത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 1.5 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് കേട്ടോ. കാച്ചി ഓൾറെഡി ഞാനത് ചൂടാറിയ ശേഷം തണുപ്പിച്ച പാല്. പിന്നെ ബദാമും കാഷ്യൂ നട്ട്സും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതുപോലെ നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ എടുക്കാം. പിന്നെ 3 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ കസ്കസ് എടുത്തിട്ടുണ്ട്. ഞാനത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച കസ്കസ് ജ്യൂസിലും ഷേക്കിലൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ. ഇത്രയൊക്കെയാണ് നമുക്ക് ബനാന ഷേക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇതാ കണ്ടില്ലേ എല്ലാവരും. ആദ്യം നമുക്ക് ജ്യൂസ് ജാറിലോട്ട് നമ്മൾ ബനാന കട്ട് ചെയ്ത് വെച്ചാൽ ബനാന ഇടാം. ബനാന ആദ്യം ഇട്ട ശേഷം ബാക്കിയെല്ലാം നമുക്ക് പാലൊഴിക്കാം. ബാക്കിയെല്ലാം ഇൻഗ്രീഡിയൻസും നമുക്കതിന് ശേഷം ചേർക്കാം. ഞാനിത് പ്ലേറ്റിൽ അരിഞ്ഞ് വെച്ചത് കുറച്ചിങ്ങനെ അതിൽ അടിയിൽ ഇങ്ങനെ പറ്റിയതുപോലെ അതിനിട്ടാണ്. അതുകൊണ്ടാണ് അതങ്ങനെ കുറച്ച് ഡിലേ ആവുന്നത്. ബനാനയൊക്കെ ഇട്ട ശേഷം നമുക്കതിലിട്ട് പാലൊഴിക്കാം. നല്ല തണുപ്പിച്ച പാലാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് 2-3 ഗ്ലാസ് പാല് ചേർക്കാം കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച ബദാമും കാഷ്യൂ നട്ട്സും നമുക്ക് ചേർക്കാം. നമുക്ക് വേണമെങ്കിൽ ഡേറ്റ്സും കൂടെ അതിനനുസരിച്ച് ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ നമുക്കൊരു 3 സ്പൂൺ പഞ്ചസാരയും ചേർക്കാം. പഞ്ചസാര ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ ഹണിയും ചേർക്കാം കേട്ടോ. പിന്നെ 2 അല്ലി ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ട്. നമുക്ക് ഏലക്കായ പൊടിയുള്ളവർ അത് ചേർത്താലും മതി. ഞാൻ എൻ്റെ അടുത്ത് പൊടി ഉണ്ടായിട്ടില്ല. ഞാനതുകൊണ്ട് ഏലക്കായ മുഴുവൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുക്കണേ. ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഇത് പഴമായതുകൊണ്ട് നമ്മൾ കുറച്ച് തിക്കായി നിൽക്കും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പാലോ കുറച്ച് വെള്ളവും വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല 2 ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കതിന് നല്ല ഈ ചൂട് സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് തണുത്ത സാധനങ്ങൾ കഴിക്കാനായിരിക്കും കൂടുതൽ താല്പര്യം ഇപ്പോൾ. പിന്നെ അതിലേക്ക് നമുക്കിനി നമ്മൾ കുതിർത്ത് വെച്ച കസ്കസ് ചേർക്കാം. നമുക്ക് 2-3 സ്പൂൺ ചേർക്കുന്നതിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മളത് കുതിർത്ത് വെച്ചതാണ്. നമുക്കത് തണുപ്പ് നല്ല ഒരു ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും നമുക്കത്. എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്